ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ഷെയർ ടിപ്സിലേക്ക് സ്വാഗതം. ആക്ച്വലി ഒരു ഹെവി സെൽ ഓഫാണ് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. നല്ല റിസൾട്ട് കൊടുക്കുന്ന കമ്പനി വരെ നെക്സ്റ്റ് ഡേ ഒരു 3-4% അപ്സൈഡ് കാണിച്ചിട്ട് അതുപോലെ തന്നെ താഴോട്ട് വരിക ചെയ്യുന്നത്. റിസൾട്ടൊന്നും ബാധകമല്ലാത്ത അവസ്ഥയിലേക്കാണ് ഈ മാർക്കറ്റ് നിൽക്കുന്നത്. ഹെവി സെൽ ഓഫാണ് FIS ഭാഗത്തുനിന്ന് കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ കണ്ടത്. പക്ഷേ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഇന്ത്യൻ റീറ്റെയിൽ പാർട്ടിസിപ്പേഷനാണ്. 25 lakhs crores ഇൻവെസ്റ്റ്മെൻറ്റാണ് SIP വഴി ഇന്ത്യൻ മാർക്കറ്റിൽ വന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഓൾറെഡി എല്ലാ പ്രാവശ്യവും പറഞ്ഞതുമായി തന്നെയാണ് നമ്പർ ഓഫ് യങ്സ്റ്റേഴ്സ് മാർക്കറ്റിലേക്ക് വരാൻ തയ്യാറാണ്. ഡേ ബൈ ഡേ ഉള്ള ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പണിംഗ് അതിൻ്റെ നല്ലൊരു സൂചനയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 2-3 ഇയേഴ്സ് കഴിഞ്ഞാൽ FISൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അല്ലാണ്ട് തന്നെ റീറ്റെയിൽ പാർട്ടിസിപ്പൻസ്, DIS, മ്യൂച്വൽ ഫണ്ട്സ് തന്നെ വേറെ ഉയരങ്ങളിലേക്ക് നമ്മൾ മാർക്കറ്റിൽ പോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ FIS തിരിച്ചു വരും കൂടി ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മുന്നേറ്റം തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ഓരോ ആൾക്കാരും പേഷ്യൻസോടുകൂടി സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 3-5 ഇയേഴ്സ് 3x അല്ലെങ്കിൽ 4x അല്ലെങ്കിൽ 5x വരെ റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ളൊരു ഏരിയ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഒറ്റ കാര്യം ചെയ്താൽ മതി, വാങ്ങുന്ന സ്റ്റോക്ക് ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് സ്റ്റോക്സ് ആയിരിക്കണം, നല്ല മാനേജ്മെൻറ്റ് ആയിരിക്കണം, ഭാവിയിൽ വളരുന്ന സെക്ടർ ആയിരിക്കണം, വളരെ വളർച്ച സാധ്യതയുള്ള ബിസിനസ്സുള്ള ഒരു കമ്പനി ആയിരിക്കണം. ഈ ഒരു ലെവൽ നോക്കി വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഉയർച്ച താഴ്ചകളൊന്നും ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓപ്പറേറ്റേഴ്സ് എപ്പോഴും നമ്മുടെ മാർക്കറ്റിലുണ്ട്. അത് എപ്പോഴും റീറ്റെയിലേഴ്സ് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. നമുക്കൊരിക്കലും ഹിഡൻ ഇൻഫോർമേഷൻസ് കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ റീസെൻ്റ്ലി നാൽക്കോ എന്ന കമ്പനി സൂപ്പർ റിസൾട്ടാണ് കാഴ്ചവെച്ചത്, എക്സ്ട്രാ ഓർഡിനറി റിസൾട്ടാണ് കാഴ്ചവെച്ചത്. പക്ഷേ നമ്മൾ കണ്ട ഒരു കാര്യമാണ്, 2-3 ആഴ്ച മുന്നേ നാൽക്കോയിൽ പെട്ടെന്നൊരു മൂവ്മെൻറ്റം വന്നു. എല്ലാ സ്റ്റോക്കും അടിക്കുന്ന സമയത്ത് നാൽക്കോ നല്ലൊരു മൂവ്മെൻറ്റും 10-30% പെട്ടെന്ന് കയറിയതാണ്. 150-170 ലെവലിലേക്ക് കിടന്ന സ്റ്റോക്ക് പെട്ടെന്ന് കയറിയതാണ് 240-260 ലെവലിലേക്ക് പോയത്. എന്തുകൊണ്ട് ഇത്ര കാലം ഇല്ലാത്ത മൂവ്മെൻറ്റ് നാൽക്കോയിൽ സംഭവിച്ചു എന്ന് റീറ്റെയിലേഴ്സ് വിചാരിച്ചിട്ടുണ്ടാവാം. കഴിഞ്ഞ ആഴ്ച റിസൾട്ട് വന്നു, 2 ദിവസം മുന്നേ റിസൾട്ട് വന്നു, സൂപ്പർ റിസൾട്ടായിരുന്നു. ആ റിസൾട്ടിൻ്റെ ബേസിൽ വ്യാഴാഴ്ച സ്റ്റോക്കിൽ എൻ്റർ ചെയ്ത എല്ലാവർക്കും ലോസ് ആയിരിക്കും. ഡേ ട്രേഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്പെക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നല്ല ന്യൂസിൽ ബേസിൽ എൻ്റർ ചെയ്ത ആൾക്കാർക്കൊക്കെ നഷ്ടമായിരിക്കും. കാരണം ഓൾറെഡി ഇൻഫോർമേഷൻസ് ഫണ്ട് മാനേജേഴ്സിനും സ്പെക്കുലേറ്റേഴ്സിനും മാർക്കറ്റിൽ കിട്ടുന്നുണ്ടുള്ളത് വളരെ സത്യമായൊരു കാര്യമാണ്. അത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കിട്ടുന്നില്ല. അപ്പോൾ റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചോളം ഒരു കമ്പനീനെ പഠിച്ച് ആ കമ്പനിക്ക് ഭാവി വളർച്ച ഉണ്ടെന്ന് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പോൾ നാൽക്കോയിൽ ബുധനാഴ്ച എൻ്റർ ചെയ്ത് കുടുങ്ങിയ ആൾക്കാർ ടെൻഷൻ അടിക്കുന്ന ആവശ്യമില്ല. കാരണം ഇപ്പോഴത്തെ വാല്യൂഷൻ വൈസ് നാൽക്കോ 400 രൂപയിലേക്ക് പോകും, വേഗം തന്നെ പോകും. നിങ്ങൾക്ക് പേഷ്യൻസ് ഉണ്ടോ, അത് മാത്രമേ ഒരു മാറ്റർ ഉള്ളൂ. കാരണം അത്രയും ഫണ്ടമെൻ്റൽ നല്ല സ്റ്റോക്കായിട്ട് നാൽക്കോ മാറിയിട്ടുണ്ട്. 30 മുതൽ 40 രൂപക്കോ 60 രൂപക്കോ 70 രൂപക്കോ ഒക്കെ ഞാൻ നാൽക്കോ വെച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞാൽ 400 രൂപയ്ക്ക് പോകുന്നു. പക്ഷേ നിങ്ങൾ പേഷ്യൻസ് മാത്രമേ ഉണ്ടായാൽ മാത്രം മതി. അതുകൊണ്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇപ്പം നിലവിലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇത്ര നല്ല ഓപ്പർച്യൂണിറ്റി വരില്ല. ഇപ്പോഴുള്ള ഓരോ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും അത് ജസ്റ്റ് പേഷ്യൻസ് മാത്രം വെച്ച് നല്ല ഫണ്ടമെൻ്റൽ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഓരോ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും 3x റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള ഏരിയയാണ്. വിത്തിൻ 5 ഇയേഴ്സ് 10 ഇയേഴ്സ് നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ തയ്യാറായിരിക്കണം. ചിലർക്ക് 5 ഇയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ആകെപ്പാടെ ടെൻഷൻ, എന്താ 5 കൊല്ലത്തേക്ക് പറയാൻ നിങ്ങൾ വേണമെന്നാണ് അഭിപ്രായമാണ് പല ആൾക്കാർക്കുള്ളത്. പക്ഷേ കാര്യം മനസ്സിലാക്കാം, ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ കിട്ടിയ ബെനിഫിറ്റ് എങ്ങനെ നോക്കിയാലും റീറ്റെയിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സിനോ സ്വിംഗ് ബേസ് ചെയ്യുന്ന ആൾക്കാർക്കോ ഇൻട്രാഡേ ചെയ്ത് കളിക്കാനൊക്കെ കിട്ടില്ല. ഇപ്പം വളരെ നല്ലൊരു അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത്. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ചെയർമാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ എക്കോണമി ഗ്രോ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഒരു എമർജിങ് മാർക്കറ്റാണ് ഇന്ത്യ. ഒരു ഡെവലപ്പ് കൺട്രി ആകാൻ പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ്, ഇന്ത്യയിൽ റിസോഴ്സസ് അത് തന്നെയാണ് മെയിനായിട്ടുള്ളത്. ഇത്രകാലം റിസോഴ്സ് എന്ന് പറയുകയാണെങ്കിൽ അറേബ്യൻ രാജ്യങ്ങൾ ഇത്രത്തോളം വെൽത്തി രാജ്യമാവാൻ കാരണം അവർക്ക് റിസോഴ്സാണ്, പെട്രോളായിരുന്നു. ഭാവിയിൽ പെട്രോളിൻ്റെ യൂസ് വളരെ കുറഞ്ഞു വരായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ ഇപ്പം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അവരെ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലേക്കാണ്.
ഇനി വരാൻ പോകുന്നത് റൈസിങ് സെക്ടേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ റിന്യൂവബിൾ എനർജീസാണ്, എത്തനോളാണ്, ലിത്തിയമാണ്, സെമി കണ്ടക്ടേഴ്സാണ്, ഗ്രീൻ ഹൈഡ്രജനാണ്. ഈ എല്ലാ ഏരിയയിലും ഇന്ത്യനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് മറ്റ് രാജ്യങ്ങൾ പോകുന്നത്. എല്ലാം ഇന്ത്യയിലാണ് ഈ റിസോഴ്സൊക്കെ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെയും നെടുന്തൂടെന്ന് പറയുന്നത് അവിടുത്തെ പോപ്പുലേഷനാണ്. ഈ പോപ്പുലേഷൻ തന്നെ വേറൊരു ഫസ്റ്റ് മുതൽ ഞാൻ പറഞ്ഞത് യങ്സ്റ്റേഴ്സ് ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് വരാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പോയ എഫയേഴ്സിനൊക്കെ തിരിച്ചു വേണ്ടി വരും. ഇപ്പോൾ റീസെൻ്റ്ലി സെബി കൊണ്ടുവന്ന ചില ഫ്യൂച്ചർ ഓപ്ഷൻസിലുള്ള റെസ്ട്രിക്ഷൻസൊക്കെ ആണ് ഒരു കാരണം എഫയേഴ്സ് പോയാൽ ഇന്ന് എങ്ങോട്ട് പോയാലും തിരിച്ച് ഇന്ത്യയിലേക്ക് വരാവുന്ന ഒരു മാർക്കറ്റാണ് എമർജ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളിപ്പോഴും ഇൻവെസ്റ്ററാണോ, സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടോ, നിങ്ങളുടെ കയ്യിലുള്ളത് സോളിഡ് സ്റ്റോക്കാണോ, 100% ബിലീവ് ചെയ്യുക. 3x 4x 5x റിട്ടേൺ നിങ്ങൾക്കെല്ലാം കിട്ടും നെക്സ്റ്റ് 5 ഇയേഴ്സിൻ്റെ ഉള്ളിൽ. ഓരോ സെക്ടർ നോക്കുകയാണ്, റെയിൽവേ സെക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് ബിഗിൻ ചെയ്തിട്ടുള്ള സെക്ടർ. ഒരു വന്ദേ ഭാരത് ട്രെയിൻ 2 വന്ദേ ഭാരത് ട്രെയിൻ ഉണ്ടാക്കുമ്പോൾ റെയിൽവേ എക്സ്പാൻഷൻ നടക്കുന്നില്ല. ഇനി ഭാവിയിൽ വളരെ വ്യത്യസ്തമായ എൻറ്റയർലി റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറും കംപ്ലീറ്റ് മാറാൻ പോകുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെറ്റ് വെക്കുക ആർവെനിലും റെയിൽടെല്ലും IRCTCയിലൊക്കെ. പവർ സെക്ടർ 100% ടാറ്റ പവർ ഗ്രിഡുമായുള്ള കമ്പനി, ബേസിക്കലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസിൽ അലൂമിനിയം യൂസ് വെച്ചാൽ ഇന്ത്യയിലെ റെയിൽവേ സെക്ടർ ഡെവലപ്പ് ചെയ്യുമ്പം അലൂമിനിയം ആയിരിക്കാം റിപ്ലേസ് ചെയ്യുന്നത് അയേണിനെയൊക്കെ. അപ്പോൾ അലൂമിനിയത്തിലുള്ള ഡിമാൻഡ് വളരെ കൂടി വരികയാണ്. ലിത്യം അതുപോലെ തന്നെ നാൽക്കോനെ എടുത്തു വരുന്ന സ്റ്റോക്കാണ്. നാൽക്കോ അലൂമിനിയത്തിലുണ്ട്. അതുപോലെ തന്നെ ലിത്യത്തിൽ മൈൻ ചെയ്യാൻ പെർമിഷൻ കിട്ടിയ കമ്പനിയാണ് നാൽക്കോ. ഓട്ടോമൊബൈലിൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻസിൽ ഒരുപാട് EV വെഹിക്കിൾസൊക്കെ അമേരിക്കയുടെ ഡിസിഷൻ പ്രകാരം മെയ്ഡ് ഇൻ അമേരിക്ക, ഇന്ത്യയിൽ പറഞ്ഞാൽ മെയ്ഡ് ഇൻ അമേരിക്ക എന്നുള്ള പോളിസിയാണ് അവർ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഒരുപാട് ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻ വരാം. ഫോർ ദ ടൈം ബീങ് ഈ ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനിക്ക് പ്രശ്നമായിരിക്കാം. പക്ഷേ ടാറ്റ മോട്ടോഴ്സ് ഷെയർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 6P ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഈ ഒരു എഫക്റ്റ് കഴിഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സ് കയറിപ്പോവും. ഇപ്പം ഈ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ റിന്യൂവബിൾ എനർജീൻ്റെ മേലെയും കുറേ ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് അമേരിക്ക വരുത്താൻ പോവാണ്. ഇതൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്കാണ് ഓട്ടോമോബൈൽസൊക്കെ, ടാറ്റ മോട്ടോഴ്സൊക്കെ. റിന്യൂവബിൾ എനർജിയിൽ വാരി എനർജിയുമായുള്ള കമ്പനീസിന് നമുക്ക് നോക്കാം. എഞ്ചിനീയറിംഗ് സെക്ടർ, എഞ്ചിനീയേഴ്സ് ഇന്ത്യ സൂപ്പർ സ്റ്റോക്കാണ്. അത് ഇപ്പോഴത്തെ ലെവലിൽ നോക്കേണ്ട. എഞ്ചിനീയറിംഗ് സെക്ടർ നമുക്ക് ബെറ്റൊക്കെ സെക്ടറാണ് എഞ്ചിനീയറിംഗ് സെക്ടർ. കൺസ്ട്രക്ഷനിൽ അശോക ബിൽഡ്കോണും KNR കൺസ്ട്രക്ഷൻസിനൊക്കെ കൊടുത്ത റിസൾട്ട് വളരെ സൂപ്പർ റിസൾട്ടാണ് കഴിഞ്ഞ ആഴ്ച കൊടുത്തത്. പക്ഷെ ഒന്നും അതിൽ പ്രതിഫലിച്ചിട്ടില്ല. പക്ഷേ അശോക ബിൽഡ്കോണും KNR കൺസ്ട്രക്ഷൻസൊക്കെ നമ്മുടെ പോർട്ട്ഫോളിയോ വെക്കാവുന്ന സ്റ്റോക്കാണ്. ബാങ്ക്സ് തീർച്ചയായിട്ടും ബാങ്ക്സ് ഇന്ത്യൻ്റെ നെടുന്തൂണായിട്ടുള്ള SBI, അതുപോലെ തന്നെ യൂണിയൻ ബാങ്ക്, പ്രൈവറ്റ് ബാങ്കിൽ IDFC, വളർന്നു വരുന്ന IDFC ഫസ്റ്റ് ബാങ്ക് ഒക്കെ കൈവശം വെക്കാം. ഫിൻടെക് കമ്പനീസ്, അതുപോലെ ഡാറ്റാബേസിൽ ഉള്ള കമ്പനീസ് 63 ടെക്കുമായുള്ള കമ്പനീനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് വളരെ അധികം ഭാവിയിൽ വളർച്ച സാധ്യതയുള്ള സ്റ്റോക്കാണ്. എൻ്റെ മെയിൻ പിക്കായത് ദീപക് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ അതിൽ വരുന്ന സ്റ്റോക്കാണ്. ജ്വല്ലറി ഐറ്റംസിൽ കല്യാണി ജ്വല്ലേഴ്സ് ഭാവിയിലുള്ള വളർച്ച സാധ്യതയുള്ള കമ്പനിയാണ്. പിന്നെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസിൽ വളർന്നു വീഴുന്ന മിക്കൽട്രോണിക്സ്, CG പവർ, എത്തനോളിലെ ബൽറാംപൂർ ചിന്നി മിൽസ്, ഗ്രീൻ ഹൈഡ്രജനിൽ നമ്മുടെ ഫേവറേറ്റുള്ള IOC. വാട്ടർ ട്രീറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല വേൾഡ് വൈഡ് തന്നെ നല്ല സർവീസ് കൊടുക്കാൻ പറ്റുന്ന നല്ല വാട്ടർ ട്രീറ്റ്മെൻറ്റ് കമ്പനീസ് ഉള്ളത് ഇന്ത്യയിലെ വാട്ടർ വിഭാഗമായുള്ള കമ്പനി. VPRPL കമ്പനി. VPRPLൊക്കെ സൂപ്പർ റിസൾട്ടാണ് കൊടുത്തത്. പക്ഷേ അതൊന്നും ആക്ച്വലി 10% ഇറങ്ങുകയാണ് ചെയ്തത്. ലോങ് ടേമിലേക്ക് വെച്ചാൽ 700-600 പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. പിന്നെ ബ്രോക്കേഴ്സ് ആൻഡ് CDS മാതിരിയുള്ള ഡിപ്പോസിറ്റ് പാർട്ടിസിപ്പൻറ്റ്, ഇത്രയും യങ്സ്റ്റേഴ്സിന് വരാണെങ്കിൽ ഭാവിയിൽ ഒരു 10-20% പോപ്പുലേഷൻ ആൾക്കാർ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ CDSലും, അതുമായി ബ്രോക്കറേജിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആഞ്ചൽ ബേൺമായിട്ടുള്ള കമ്പനീസ്, ഇവരൊക്കെ നമുക്ക് നോക്കാവുന്ന കാര്യമാണ്. ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം യങ്സ്റ്റേഴ്സ് 29% നിന്നും 48% ഗ്രോത്താണ് അവരെ ഇൻവെസ്റ്റ്മെൻറ്റിൽ കണ്ടത്. ഇത് മാർക്കറ്റിന് സ്ട്രോങ് ഫണ്ടമെൻറ്റ്സ് ആണ് വേണമെങ്കിൽ തറപ്പിച്ച് പറയാൻ സാധിക്കും. നമുക്ക് ഇത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് ഓരോ കൊല്ലം കൂടുമ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻക്രീസ് വരാണ്. അത് SIPയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവരും റെഡിയാണ്. നെക്സ്റ്റ് 5 to 10 years ഇന്ത്യൻ ഗ്രോത്ത് സ്റ്റോറി ഇൻടാക്റ്റ് ആയിരിക്കും. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത ഓരോ ആൾക്കാരും ശരിക്കും ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ ഈ പാനിക്കിലാവുമ്പോൾ ടെൻഷൻ അടിച്ച് വിൽക്കുകയും ചെയ്യാൻ താഴ്ത്തു വരുമ്പോൾ പൈസ ഉണ്ടെങ്കിൽ വാങ്ങാം, എന്നിട്ട് ആവറേജ് ചെയ്ത്
100 വന്ന സാധനം 80 വന്നാൽ പൈസ വാങ്ങിയിട്ട് അത് ആവറേജ് 90 വെക്കാന്നല്ലാണ്ട് വേറൊരു ഓപ്ഷൻസ് ഇല്ല. പക്ഷേ നിങ്ങൾ കയ്യിലുള്ള സ്റ്റോക്സ് ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്ക് ആയിരിക്കണം. അത് നിങ്ങളെ അഡ്വൈസേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കിയത് അല്ലെങ്കിൽ പഠിച്ചിട്ട് ഓരോ സെക്ടറിലും 2-3 സ്റ്റോക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക. അറിയപ്പെടുന്ന സ്റ്റോക്ക് തന്നെ സെലക്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഇനി പറയുമ്പോൾ ഈ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, റീറ്റെയിൽ പാർട്ടിസിപ്പൻസ് കൂടി വരികയാണ്. ഇപ്പോൾ നമ്മുടെ ഓരോ ആൾക്കാർ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ഇതുവരെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ABCD അറിയാത്ത ആൾക്കാർ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടാവാം. അവർ വന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഒന്നും അറിയില്ല, എനിക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, എന്നാൽ അവർ അവിടെ ഇവിടെ കേട്ട കാര്യങ്ങൾ അവർ പറയും. അപ്പോൾ അവർ ചോദിക്കുക, നമ്മളിങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞുകൊടുക്കുമ്പോൾ പറയും SBI എങ്ങനെയുണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എങ്ങനെയുണ്ട്, പിന്നെ ടാറ്റ മോട്ടോഴ്സ്, ഇങ്ങനെ കുറച്ച് സ്റ്റോക്സ് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും, അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ളവനാണ് അല്ലാത്തവരാണെങ്കിലും പൊതുവെ അറിയപ്പെടുന്ന കുറച്ച് കമ്പനീസ് ഉണ്ട്. ITC എല്ലാവർക്കും അറിയാം, കാരണം ITCൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്ത ആൾക്കാർ ഉണ്ടാവില്ല. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എല്ലാവർക്കും ഫേമസ് കമ്പനിയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയാം, പിന്നെ ചിലർ IRCTCനെ പറ്റി അറിയാം. അങ്ങനെ കുറച്ച് കമ്പനീസ് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ, അപ്പോൾ ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാരോട് എന്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാലും എന്തൊക്കെ സെക്ടർ നല്ലതാണെന്ന് പറഞ്ഞാലും ഇവർക്ക് അറിയുന്ന സ്റ്റോക്സ് അത് ഇവർ 10 വാങ്ങി വെക്കും. ഇതൊരു ലോജിക്കാണ്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമുക്ക് അറിയുന്ന സ്റ്റോക്ക് 10 വാങ്ങി വെച്ചാൽ മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ പൊതുവേ ഇന്ത്യയിൽ അറിയപ്പെടുന്ന സ്റ്റോക്ക് നല്ലൊരു മൊമെൻറ്റം ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഇത്രയും ഒരു 20% അടുത്തൊക്കെ ഒരു ആൾക്കാർ വരുമ്പം, പുതുതായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ കിടക്കുമ്പോൾ അവർക്ക് ജനറലി അറിയാവുന്ന ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള കമ്പനീസ്, ഇപ്പോൾ എൻ്റെ ഒരു അറിവിൽ പൊതുവേ ആൾക്കാർ സംസാരിക്കുമ്പോൾ, ഒന്നും അറിയാത്ത ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത് സാറേ ഈ ITC എങ്ങനെയുണ്ട്, ടാറ്റ മോട്ടോഴ്സ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. അവരെന്തൊക്കെ പറയും, കുറേ സംസാരിച്ച് ലാസ്റ്റ് ഒരു അവസാനിച്ച് തിരിച്ചു പോകുമ്പോൾ അവർ പറയാം, നമുക്ക് കുറച്ച് പൈസ ITC ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുക, SBI ഇൻവെസ്റ്റ് ചെയ്ത് കുഴപ്പമില്ലല്ലേ, നല്ല ഇന്ത്യയിൽ അറിയപ്പെടുന്ന സ്റ്റോക്കില്ലെന്ന് ചോദിക്കും. അപ്പോൾ ഇതിന് മനസ്സിലാക്കുന്ന കാര്യം, ഇങ്ങനത്തെ സ്റ്റോക്ക് വളരെ വളർച്ച സാധ്യതയുണ്ട്. ഇതൊരു കോമൺ സെൻസ് ആണ് ആക്ച്വലി ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ. കാരണം അപ്പോൾ ഇന്ത്യയിലെ നല്ല ഫണ്ടമെൻറ്റ്സുള്ള ജനങ്ങൾ മൊത്തം അറിയപ്പെടുന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോളി, ITC ഇൻവെസ്റ്റ് ചെയ്തോളി. ടാറ്റ മോട്ടോഴ്സ് പ്രസൻറ്റ് കണ്ടീഷൻസിൽ കുറച്ച് മോശമാണെങ്കിലും അത് വളരെ സൂപ്പർ കമ്പനിയാണ്. PE റേഷ്യോ വളരെ കുറവാണ്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ മോശം, ചിലപ്പോൾ 500 600 വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ലോങ് ടേമിലേക്ക് 2000-3000 പോവുകയും ചെയ്യാം. നമ്മൾ ലോങ് ടേമാണ് നോക്കുന്നത്. പിന്നെ HDFC ബാങ്ക്, IRCT, LIC എല്ലാവർക്കും അറിയാം. ഇങ്ങനെ കയറി അടുത്ത ലിസ്റ്റ് ചെയ്താണല്ലോ ഇറങ്ങിയല്ലോ, അപ്പം ഇറങ്ങിയിട്ട് അങ്ങനെയൊക്കെ പല സംസാരിക്കും. അതുപോലെ തന്നെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനി HPCL, BPCL, IOC, അങ്ങനെ പല കമ്പനീസിനെ പറ്റിയും പൊതുവെ ജനങ്ങൾക്ക് അറിയാവുന്ന കമ്പനീസാണ്. ഇത് ഞാനായി സംസാരിക്കും, എനിക്ക് കിട്ടിയ കുറച്ച് കമ്പനീസാണ് ഇതൊക്കെ. പൊതുവേ ജനങ്ങൾ സംസാരിക്കുന്ന കമ്പനീസാണ് ഇത്. നിങ്ങൾക്കും അങ്ങനെ ഇതുവരെ സ്റ്റോക്ക് മാർക്കറ്റിൽ യാതൊരു പരിചയമില്ലാത്ത ആൾക്കാരെ ഇത് സംസാരിക്കുമ്പോൾ അവർ പറയാവുന്ന കുറച്ച് സ്റ്റോക്സ് എപ്പോഴും നമ്മൾ നോക്കി വെക്കുക. അങ്ങനെ ഏതെങ്കിലും സ്റ്റോക്ക് ഈ പറഞ്ഞതിന് പുറമെ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്ലീസ് ഷെയർ ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എനിക്കൊന്നും അറിയാത്ത ഒരാൾ സംസാരിച്ചപ്പോൾ ആ പുള്ളി ഇന്ന് സ്റ്റോക്ക് വാങ്ങിക്കൂട്ടുകയും ചോദിച്ചു, മഹേന്ദ്ര പറഞ്ഞതൊക്കെ ചില ആൾക്കാർ. അപ്പോൾ അതും കൂടെ നിങ്ങൾ ഷെയർ ചെയ്യാം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഷെയർ ചെയ്തൊരു കൺക്ലൂഷൻ എത്തിയത് നമുക്കൊരു ആ ഒരു സ്റ്റോക്കിനെ പറ്റി വേണമെങ്കിൽ ഒരു വീഡിയോ ഇടാം. ഇത് ജസ്റ്റ് കോമൺ സെൻസ് ആണ്. നമ്പർ ഓഫ് ഷെയർ ഹോൾഡിങ്സ് കൂടി വരുന്നുണ്ടെങ്കിൽ പൊതുവേ ജനങ്ങൾ കാണുന്ന കേട്ടറിവുള്ള എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന കമ്പനീസിൽ നല്ല ബൈങ് വരാൻ സാധ്യതയുണ്ട്. ആ കമ്പനീസിൽ ഫണ്ടമെൻ്റൽ നല്ല സ്റ്റോക്ക് നോക്കി തിരഞ്ഞെടുത്ത് മിണ്ടാതിരുന്നാൽ മാത്രം മതി 3x റിട്ടേൺ കിട്ടാൻ. ഓക്കെ, ഇത് എൻ്റെ ഒരു ജസ്റ്റ് കോമൺ സെൻസ് പ്രകാരം പറഞ്ഞ കാര്യങ്ങളാണ്. അതൊരു പാനിക് ആവാണ്ട് നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക് LIC ആണോ, നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ് ആണോ, നിങ്ങളുടെ കയ്യിൽ ടാറ്റ പവർ ആണോ, SBI ആണോ, ഇതൊക്കെ ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കാണ്. ഫണ്ടമെൻ്റൽ നല്ല സ്റ്റോക്ക് 10 എണ്ണത്തിൽ 8 എണ്ണെങ്കിലും വെക്കുക. 2 എണ്ണം വേണമെങ്കിൽ സ്പെക്കുലേഷൻ എടുത്ത് 2 ഷെയറെങ്കിലും വേറെ വാങ്ങാം, അത്രയേ ഉള്ളൂ. പാനിക്കാവുന്ന സിറ്റുവേഷൻ ഇല്ല. താഴോട്ട് വരുമ്പം വാങ്ങാൻ പറ്റുക ഓരോ സ്റ്റോക്കാണ് ഇത്ര കാലം നമ്മൾ വീഡിയോ ത്രൂ ഡിസ്കസ് ചെയ്തതും വാങ്ങിയതും. അതുകൊണ്ട് 2 ഉറുപ്പിക കുറയുമ്പോഴേക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന ആൾക്കാർ പഴയ വീഡിയോ കൂടെ നോക്കാം, എന്നിട്ട് വിലയിരുത്തി ഇത് വേണം കാര്യങ്ങൾ പറയാൻ. കമൻറ്റ് ബോക്സിൽ പല കമൻറ്റ്സ് വരുന്നുണ്ട്. റീസെൻ്റ്ലി ഉള്ള ഒരാൾ RVNL 36 റുപ്പീസിന് 10,000 ഷെയർസ് വാങ്ങിയ ആൾ, പുള്ളി എന്നെ വാട്സപ്പിൽ പേഴ്സണൽസായിട്ട് എന്നും കോൺടാക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. എന്നിട്ട് ആ പുള്ളി
കൊല്ലങ്ങളായി 2-3 കൊല്ലം മുന്നേ വാങ്ങിയ സ്റ്റോക്കാണ്. അത് 650 റുപ്പീസിന് 10,000 ഷെയർസ് കൊടുത്തു. നിയർ അബൌട്ട് 56 lakh പ്രോഫിറ്റിലാണ് 10,000 ഷെയർസ് വിറ്റത്. അവിടുന്ന് സ്റ്റോക്ക് ഇറങ്ങി വന്ന് 515 രൂപ. ഇപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇട്ട് 1000 രൂപയിലേക്ക് ആർവിൻ്റെ പോകാം. കറക്ഷൻ ആവോ ഇല്ലയെന്ന് എനിക്കറിയില്ല, പക്ഷേ ആവാൻ സാധ്യതയുണ്ട്. ഇത്ര ഓർഡേഴ്സ് കയ്യിലുണ്ട്, 1 lakh ക്രോസ് ഓർഡേഴ്സ് കയ്യിലുണ്ട്. അതിൻ്റെ പൊട്ടൻഷ്യാലിറ്റിയൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ ലെവലിൽ എക്സ്പെൻസീവ് ആണ്. നിങ്ങൾ വേണം വിറ്റ് താഴത്ത് വാങ്ങാം. പക്ഷേ 1000 രൂപ പോകുമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയുടെ ബേസിൽ പുള്ളി 10,000 വരെ 20,000 ഷെയർ പോയി വാങ്ങിയിട്ട് 515 ഷെയർ 475 വന്നപ്പം എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇടാണ്, നിങ്ങൾ പറഞ്ഞ 510 ഞാൻ സ്റ്റോക്ക് വാങ്ങിയിട്ട് ഇപ്പം 475 ആണ്, എനിക്ക് ഇത്ര ലാക്സ് ലോസാണ്, ഈ 7 lakhs ലോസാണ്. ഇതാണ് ജനങ്ങളുടെ കാര്യം. ഇപ്പം 36 രൂപയ്ക്ക് വാങ്ങി 615 രൂപയ്ക്ക് വിറ്റ കാര്യം പുള്ളി മറന്നുപോയി. അപ്പോൾ എവറിത്തിങ് വൈപ്ഡ് ഔട്ട്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ റെക്കമെൻഡേഷൻ ബേസിലാണ് കമൻറ്റ് പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുന്നതിന് മുന്നേ പഴയ റെക്കമെൻഡേഷൻസ് എത്ര രൂപയിലാണ് റെക്കമെൻഡ് ചെയ്തത് റേറ്റ് ഒന്നും കൂടി നോക്കുക. പല സ്റ്റോക്കും വളരെ ചീപ്പ് റേറ്റിലാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത്. 30 രൂപക്കും 40 രൂപക്കും 70 രൂപക്കും പറഞ്ഞ സ്റ്റോക്കാണ്. IDFC ഫസ്റ്റ് ബാങ്ക് വരെ ഞാൻ 36-40 രൂപയ്ക്ക് ഇട്ട വീഡിയോ ആണ്. ഇപ്പോൾ ഡബിൾ റേറ്റിൽ ഷെയർ ട്രേഡ് ചെയ്യണം. ആർക്കും ലോസ് പറ്റിയിട്ടില്ല. അപ്പം പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. സോ ആസ് യൂഷ്വൽ ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ സ്വയം പഠിച്ച് മനസ്സിലാക്കിയിട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് അഡ്വൈസ് ആരെങ്കിലും അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എൻ്റെ വീഡിയോസ് നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.